ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നത്തെ യാത്ര ഇടുക്കി ഡാമിലേക്കാണ്. കൂടുതൽ നമുക്ക് ചെറുതോണി ഡാമും ഹിൽവ്യൂ പാർക്കും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ആർച്ച് ഡാം, രാജ്യത്തെ ആദ്യത്തെ ആർച്ച് ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഇങ്ങനെ പല വിശേഷണങ്ങൾ നമ്മുടെ ഇടുക്കി ഡാമിനുണ്ട്. പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ 3 അണക്കെട്ടുകൾ കെട്ടി വൈദ്യുതി നിർമ്മിക്കാം, ഇങ്ങനെ ഒരു ഐഡിയ വന്നത് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോണിൻ്റെന്നായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്ക് ഇടുക്കി ഡാമിനെ കുറിച്ച്. നമ്മുടെ WJ ജോണും സുഹൃത്ത് തോമസ് ഇടയാറ്റും ഇവർ ഇടുക്കി വനപ്രദേശങ്ങളിലൊക്കെ നായാട്ടിന് പോകുമായിരുന്നു. ആ സമയത്ത് കണ്ടുമുട്ടിയതാണ് നമ്മുടെ ആദിവാസി മൂപ്പനായ കൊലുമ്പനൻ. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെയും ചെറുതോണി ഡാമിൻ്റെയും ഉത്ഭവം. കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആർച്ച് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ചെറുതോണി ഡാമിൽ നിന്നാണ് ഇടുക്കി ഡാമിലേക്കുള്ള പ്രവേശനം വന്നിട്ടുള്ളത്. ഗവൺമെന്റിന്റെ സൈറ്റിലും കൂടാതെ നേരിട്ട് ചെന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ബഗ്ഗി സർവീസും ഇവിടെ പ്രൊവൈഡഡ് ആണ്. ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിത്രങ്ങളൊന്നും നമുക്ക് ഫോണിൽ പകർത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഹിൽവ്യൂ പാർക്കിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിന്റെ ടോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമിന്റെ ഭംഗി മുഴുവനായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ നമുക്ക് ചെറുതോണി ഡാമിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് നടന്നു പോയി കാഴ്ചകൾ കാണാൻ പറ്റിയിരുന്നു. കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം കാരണം തന്നെ ഗവൺമെൻറ് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബഗ്ഗി സർവീസ് യൂസ് ചെയ്ത് അവരുടെ തന്നെ വണ്ടിയിലാണ് നമുക്ക് ചെറുതോണി ഡാമും ഇടുക്കി ഡാമും കാണാൻ സാധിക്കുന്നത്. പ്രത്യേക തരമുള്ള ഒരു കോൺക്രീറ്റ് മിശ്രിതം വെച്ചിട്ടാണ് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻസ് മുഴുവനും പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടുള്ള മിറ്റലും മണലും കണ്ടെത്തിയതിൽ ഒരു ഭൂരിഭാഗം തന്നെ കുറവൻ മലയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുറവൻ മല കുറത്തി മലയെ അപേക്ഷിച്ച് ചെറുതായി കാണപ്പെടുന്നത്. ഡാമിൻ്റെ സൈഡിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് വൈശാലി ഗുഹ. വൈശാലി മൂവിയിലെ ഗുഹയ്ക്കകത്തുള്ള ചിത്രങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഈ ഗുഹയിൽ നിന്നാണ്. കുറവൻ കുറത്തി മലയെ സംബന്ധിച്ചിടത്തോളം പല കെട്ടുകഥകളും പറയുന്നുണ്ട്. അതിലൊന്നാണ് കുറവനും കുറത്തിയും ആദിവാസി ദമ്പതികളായിരുന്നുവെന്നും അവർ ചൂണ്ടി നദിക്കരയിലിരുന്ന് ഒരു ദിവസം മീൻ വെട്ടുകയായിരുന്നു എന്നും. ഇത് കഥയാണ് കേട്ടോ. ആ മീൻ വെട്ടിയ വെള്ളം അവർ നദിയിലൂടെ താഴേക്ക് ഉയർത്തിയപ്പോൾ താഴെ ഒരു മുനി അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വന്ന് പതിക്കുകയും അദ്ദേഹത്തെ അശുദ്ധമാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതോടെ അദ്ദേഹത്തിൻ്റെ ശാപം ഈ കുറവനും കുതിത്തിക്കും വരികയും നിങ്ങളൊരു മലയായി തീരുകയും രണ്ടായി പോകുകയും ചെയ്യട്ടെ എന്ന് പറയുകയും ചെയ്തു അത്രേ. വളരെ കാലങ്ങൾക്ക് ശേഷം മനുഷ്യരായി ഇവർ ഒന്നാകുമെന്നുള്ളൊരു ശാപമോക്ഷവും അദ്ദേഹം കൊടുത്തിരുന്നു. ഇങ്ങനെയാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു ഡാം വഴി കുറവനും കുറത്തിയും ഒന്നായത്. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 1-2 കഥകളും ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. ഇടുക്കിയുടെ ഈ ഭംഗിയും വശ്യ സൗന്ദര്യവും എന്നും നിലനിൽക്കട്ടെ.